ഡൽഹി പോലീസും കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയി സംഘവും തമ്മിൽ വെടിവെപ്പ്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. PR അരവിന്ദ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ഇപ്പോൾ ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? പറയൂ, അവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഇങ്ങനെയൊരു ഏറ്റുമുട്ടലിന് കാരണം? പ്രവിധ ഇന്നലെ രാത്രിയാണ് ഡൽഹി പോലീസും അതുപോലെ തന്നെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയ് സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഭവാനിയിൽ ഒരു വ്യാപാരിയെ ഒരു 3-അംഗ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയായിരുന്നു. പരിശോധനകൾക്കിടയിലാണ് ഈ 3-അംഗ സംഘം പോലീസിന് നേരെ വെടിയുതിർക്കുകയും പിന്നീട് പോലീസ് ഇവർക്ക് നേരെ തിരിച്ച് വെടിവെക്കുകയുമായിരുന്നു. എന്തായാലും 3 പ്രതികളെയും ഇപ്പോൾ പിടികൂടിയതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. വ്യാപാരിയെ കൊലപ്പെടുത്തുകയും വ്യാപാരിയിൽ നിന്ന് പണമടക്കം മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലെ അംഗങ്ങൾ എന്നുള്ള പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്തെ വിവിധ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് ഈ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയ് എന്ന് പറയുന്നത്. ദേശീയ സുരക്ഷാ നിയമം ചുമത്തിക്കൊണ്ട് രാജസ്ഥാനിലെ ജയ്സൽമീറിലെ ജയിലിലാണ് നിലവിൽ ലോറൻസ് ബിഷ്ണോയ് ഉള്ളത്. പക്ഷേ ജയിലിൽ ഇരുന്നു കൊണ്ടും രാജ്യത്തെ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ലോറൻസ് ബിഷ്ണോയ് എന്ന ആരോപണം നേരത്തെ തന്നെ വിവിധ കോണിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഗായകൻ സിദ്ധു മൂസവാലയുടെ കൊലപാതകത്തിലടക്കം ലോറൻസ് ബിഷ്ണോയ്ക്ക് പങ്കുണ്ട്. അതുപോലെ തന്നെ സൽമാൻ ഖാന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണം, അതുപോലെ തന്നെ സൽമാൻ ഖാന് നേരെയുള്ള വധഭീഷണി അടക്കം ലോറൻസ് ബിഷ്ണോയുടെ പേരിലാണുള്ളത്. എന്തായാലും ആ സംഘത്തിലെ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നതാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.